Hi, this is Ranjit from Thrissur. ഹെലന പെട്രോവ്ന ബ്ലാവ്സ്കിയുടെ ദ സീക്രട്ട് ഡോക്ട്രൈൻ എന്ന ബുക്ക് പലരും വായിച്ച് അവർക്ക് അതിൻ്റെ ആന്തരികമായ തത്വത്തിലേക്കും അർത്ഥതലങ്ങളിലേക്കും ബോധതലങ്ങളിലേക്കും എത്താനായില്ല എന്ന കേൾവി കൊണ്ട് ഒന്ന് ലളിതമായി മഹാത്മാ ച്വാക്വാക്സുയുടെ ഹീലിംഗ് സമ്പ്രദായവും യോഗിക് ടെക്നിക്കുകളും പ്രോസ്പെരിറ്റി ടെക്നിക്കുകളും എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നുവെന്ന് വിലയിരുത്തലാണ് ഈ എന്നും 8 മണിക്കുള്ള വൈകുന്നേരം ഇന്ത്യൻ ടൈം 8 മണിക്കുള്ള ഈ വിശദീകരണം. വളരെ ആദരപൂർവം ഓർത്തുകൊണ്ട് ഹെലന പെട്രോവ്ന ബ്ലാവ്സ്കിയെ വളരെ സ്നേഹത്തോടെയും അതുപോലെ തന്നെ ബഹുമാനത്തോടെയും ഓർത്തുകൊണ്ട് അവരെഴുതിയ ദ സീക്രട്ട് ഡോക്ട്രൈൻ എന്ന ബുക്കിനെ അടിസ്ഥാനമാക്കി നമുക്ക് സംസാരിക്കാം. യോഗ പ്രാണവിദ്യ പഠിച്ച എല്ലാവർക്കും അറിയുന്ന സബ്ജക്റ്റുകൾ തന്നെയാണ്. മറിച്ച് ഹെലന പെട്രോവ്ന ബ്ലാവ്സ്കി എഴുതിയ പുസ്തകത്തിലെ വാക്യങ്ങളിൽ നിന്നും അവർക്ക് കൃത്യമായ അർത്ഥങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കാത്തത് കൊണ്ട് അതിനെ ലളിതമാക്കി ഇവിടെ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് നാം ചിന്തിക്കുന്നത് ഓറ. നമുക്കറിയാം, എനർജി ബോഡി, എനർജി ഇൻഫർമേഷൻ ഫീൽഡ്. ഒരു ശരീരത്തിന്, ഒരു ജീവനുള്ള ശരീരത്തിന് ഫിസിക്കൽ ബോഡിക്ക് ചുറ്റും ഒരു പ്രകാശവലയമുണ്ട്. അത് ആ ശരീരത്തിൻ്റെ ഊർജപ്രകാശമാണ്. അതിൻ്റെ ചുറ്റുമായിട്ട് ആ ജീവൻ്റെ ഇമോഷണൽ സ്റ്റേറ്റായിട്ടുള്ള ഇമോഷണൽ ബോഡിയുണ്ട്, അല്ലെങ്കിൽ അസ്ട്രൽ ബോഡിയുണ്ട്. അതിൻ്റെ മുകളിൽ മെൻ്റൽ ബോഡിയുണ്ട്. ആ ജീവൻ്റെ ബുദ്ധിശക്തിയുടെ അളവനുസരിച്ച് അതിൻ്റെ പ്രകാശം ക്രമീകരിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ അതിൻ്റെ മുകളിലായി അത് ഈശ്വരീയമായ എത്രമാത്രം ബന്ധമായി നിൽക്കുന്നു എന്നിട്ടുള്ള ഔട്ടർ എനർജി ഇൻഫർമേഷൻ ഫീൽഡുണ്ട്. ഇതൊക്കെ ഹീലിംഗ് സമ്പ്രദായങ്ങൾ പഠിച്ച ആളുകളും അത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളും അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ചക്രകളെക്കുറിച്ചും. ഇവിടെ നാം ഇന്ന് പറയുന്നത് ഓറയെക്കുറിച്ചാണ്. ഒരു ഓറയാണെന്നാണ് പലരും ധരിച്ചു വച്ചിരിക്കുന്നത്, ഒരു ജീവനുള്ള ശരീരത്തിൻ്റെ ചുറ്റുമുള്ള ഒരു പ്രകാശം. പക്ഷേ വ്യത്യസ്തമായ ലെയറുകളായിട്ട് ഈ ഊർജ്ജവലയം നിൽക്കുന്നു. അതായത് ഈ ഫിസിക്കൽ ബോഡി നമുക്ക് കണ്ണുകൊണ്ട് കാണാനും കൈകൊണ്ട് സ്പർശിക്കാനും സാധിക്കുന്ന ഈ ഫിസിക്കൽ ബോഡിയുടെ ഊർജപ്രകാശം, അതിനെ ഫിസിക്കൽ എനർജി ബോഡി എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഇന്നർ എനർജി ഇൻഫർമേഷൻ ഫീൽഡ്, ഇന്നർ ഓറ എന്നെല്ലാം വിളിക്കുന്നു. അത് നമ്മുടെ ആരോഗ്യത്തെ കാണിക്കുന്നു. ഈ ഫിസിക്കൽ ബോഡിയുടെ ആരോഗ്യത്തെ കാണിക്കുന്നു. അതിൻ്റെ മുകളിലായിട്ട് നിൽക്കുന്ന വേറൊരു എനർജി ബോഡിയാണ് ആ ജീവൻ്റെ ഇമോഷൻ എങ്ങനെയായിരിക്കുന്നു. എല്ലാ ആളുകൾക്കും ഒരേ തരത്തിലുള്ള ഇമോഷൻ അല്ലല്ലോ, വ്യത്യസ്തമായ ഇമോഷൻസ് ഉണ്ട്. അപ്പോൾ ആ ഇമോഷനെ കാണിക്കുന്നതാണ് അതിൻ്റെ മുകളിലുള്ള അസ്ട്രൽ ബോഡി. അസ്ട്രൽ ട്രാവലിംഗ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അതിനെക്കുറിച്ച് പിന്നീട് അടുത്ത വേറെ വീഡിയോകളിൽ വിശദമായിട്ട് പറയാം. അതിന് മുകളിൽ നമ്മുടെ ഇൻ്റലിജൻസ്, നമ്മുടെ IQ ലെവല്, നമ്മുടെ ബോധതലവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. പിന്നെ നമ്മൾ എത്രമാത്രം ആത്മീയമായി വളർന്നിരിക്കുന്നു, എത്രമാത്രം മഹനീയമായ സ്വഭാവ ഗുണങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതിനെ വെളിപ്പെടുത്തുന്നതാണ് അതിൻ്റെ മുകളിലുള്ള ഔട്ടർ എനർജി ഇൻഫർമേഷൻ ഫീൽഡ്. ഇവയെ ഓരോന്നിനെക്കുറിച്ചും വ്യത്യസ്തമായ വേറെ വീഡിയോകൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ജനറലായിട്ട് ഓറയെക്കുറിച്ച് പറയുന്നു. പുരാതനമായ കാലഘട്ടങ്ങളിൽ ആത്മീയ ഗുരുക്കന്മാർ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്, ഇന്നും പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്, മനുഷ്യൻ്റെ ഭൗതിക ശരീരം മാത്രമല്ല മനസ്സിലാക്കേണ്ടത്, അതിനെ ചുറ്റിപ്പറ്റി ഒരു സൂക്ഷ്മ ഊർജ വലയം നിലകൊള്ളുന്നു. ഇതിനെ ഓറ, അല്ലെങ്കിൽ എനർജി ഇൻഫർമേഷൻ ഫീൽഡ്, അല്ലെങ്കിൽ എനർജി ബോഡി എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ പ്രാണശരീരം എന്ന് വിളിക്കുന്നു. ഒരു ദിവസം ഒരു ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു, ഗുരുവേ, ഓറ ശരിക്കുമുണ്ടോ?
ഗുരു ഒരു ചെറിയ വിളക്ക് തെളിച്ചു. ശേഷം ചോദിച്ചു, വിളക്കിൻ്റെ ജ്വാല മാത്രം കാണുന്നുണ്ടോ? അതിൻ്റെ ചുറ്റുമുള്ള പ്രകാശവും കാണുന്നുണ്ടോ? പ്രകാശവും കാണുന്നു, ശിഷ്യൻ പറഞ്ഞു. ഗുരു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതുപോലെ മനുഷ്യനും ശരീരം മാത്രമല്ല, അവനെ ചുറ്റി ഒരു ഊർജപ്രകാശം നിലകൊള്ളുന്നു. ഗുരു തുടർന്ന് പറഞ്ഞു, ഒരു വ്യക്തി സന്തോഷത്തിലായിരിക്കുമ്പോൾ അടുത്തിരിക്കുന്നവർക്കും ലഘുത്വം അനുഭവപ്പെടുന്നു, സന്തോഷം അനുഭവപ്പെടുന്നു. കോപത്തിലായിരിക്കുമ്പോൾ അസ്വസ്ഥത അനുഭവപ്പെടുന്നു. സ്നേഹമുള്ളവരുടെ സമീപത്ത് നമുക്ക് സമാധാനം ലഭിക്കുന്നു. എന്തുകൊണ്ടാണിത്? ഒരു വ്യക്തി സന്തോഷത്തിലായിരിക്കുമ്പോൾ അടുത്തിരിക്കുന്നവർക്ക് വളരെ സാന്ത്വനം ലഭിക്കുന്നു. സന്തോഷമുള്ള ഒരു അവസ്ഥയിലേക്ക് മാറ്റം ചെയ്യപ്പെടുന്നു. ഇനി കോപത്തിലായിട്ടിരിക്കുന്ന ഒരാളുടെ അടുത്തിരിക്കുമ്പോൾ നമുക്ക് അസ്വസ്ഥത തോന്നുന്നു. ആ ഊർജം നമ്മെ സ്വാധീനിക്കുന്നു. സ്നേഹമുള്ളവരുടെ സമീപത്ത് നമുക്ക് സമാധാനം തോന്നുന്നു. എന്തുകൊണ്ടാണിത്? കാരണം മനുഷ്യൻ്റെ ചിന്തകളും വികാരങ്ങളും അവരുടെ ഓറയെ സ്വാധീനിക്കുന്നു. അവരുടെ ഊർജവലയത്തിൽ എന്താണോ അവരായിരിക്കുന്നത്, എന്താണോ അവർ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്, അവർ എപ്രകാരമായിരിക്കുന്നുവോ അത് ആ ഊർജപ്രകാശത്തിലും പ്രതിഫലിക്കുന്നു. അത് നമ്മുടെ ഊർജപ്രകാശവുമായിട്ട് കണക്റ്റഡ് ആവുമ്പോൾ നമുക്ക് സന്തോഷമുള്ള സമയത്ത് സന്തോഷവും, ദേഷ്യമുള്ള സമയത്ത് അസ്വസ്ഥതയും, സ്നേഹമുള്ള സമയത്ത് സമാധാനവും, സന്തോഷമുള്ള സമയത്ത് സന്തോഷവും തോന്നുന്നു. ചില ആളുകൾ കൂടിയിരിക്കുമ്പോൾ സന്തോഷത്തിലായിരിക്കുന്ന സമയത്ത് ഒരാൾ കടന്നു വരുമ്പോൾ അവരുടെ സന്തോഷം മുഴുവൻ നഷ്ടമാകുന്നത് കാണാം. എന്തുകൊണ്ടാണത്? അദ്ദേഹം വേറെ ഏതോ പ്രാരാബ്ധവും കഷ്ടപ്പാടുകളും ദുരിതവും ചിന്തിച്ചുകൊണ്ടാണ് വരുന്നത്. അദ്ദേഹത്തിൻ്റെ ഊർജ ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന ഈ ചിന്തയുടെ, ഈ കഷ്ടപ്പാടിൻ്റെ, ദുരിതത്തിൻ്റെ, വേദനയുടെ, ദേഷ്യത്തിൻ്റെ, വെറുപ്പിൻ്റെ, ഭയത്തിൻ്റെ ഊർജം മറ്റുള്ളവരിലേക്കും ട്രാൻസ്ഫർ ചെയ്യുന്നു. അതുകൊണ്ട് വളരെ സന്തോഷത്തിലിരുന്ന ആളുകൾ പെട്ടെന്ന് ഗ്ലൂമി ആകുന്നു. എന്തുകൊണ്ടാണിത് സംഭവിച്ചത് എന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ വളരെ ഗ്ലൂമി ആയിരിക്കുന്ന ഒരു കൂട്ടത്തിലേക്ക് ഒരാൾ കടന്നു വരുമ്പോൾ അതുവരെ ഇല്ലാത്ത പ്രസരിപ്പ് ഉണ്ടാകുന്നു. വളരെ സന്തോഷവും ആനന്ദവും ഉണ്ടാകുന്നു. എല്ലാവരും ഊർജ്ജവൽക്കരിക്കപ്പെടുന്നതായി കാണാം. ഇത് നമുക്ക് നിത്യ ജീവിതങ്ങളിൽ അനുഭവിക്കുന്നതാണ്. ചില വീടുകളിൽ ചെല്ലുമ്പോഴും നമുക്കിത് അനുഭവപ്പെടുന്നു. സന്തോഷം കൂടുതലായിട്ട് അനുഭവപ്പെടുന്നു. ചിലപ്പോൾ നമുക്ക് ആ വീട്ടിൽ നിന്ന് നേരത്തെ തന്നെ തിരിച്ചു പോരണമെന്ന് തോന്നുന്നു. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങളാണ്. ഒന്ന് ഓർത്തു നോക്കുക. എന്തുകൊണ്ടാണിതൊക്കെ? കാരണം മനുഷ്യൻ്റെ ചിന്തകളും വികാരങ്ങളും ആ ജീവശരീരത്തെ സ്വാധീനിക്കുന്നു. ആ ഊർജ ശരീരത്തിൽ നിറകൊണ്ടിരിക്കുന്നു. പുരാതന ജ്ഞാനികൾ നമുക്ക് മനസ്സിലാക്കി തന്നത് നല്ല ചിന്തകൾ ഓറയെ തെളിച്ചമുള്ളതാക്കുന്നു. കോപം, ഭയം, അസൂയ എന്നിവ ഓറയെ ഭാരമുള്ളതാക്കുന്നു. ധ്യാനം ഓറയെ ശുദ്ധീകരിക്കുന്നു. പ്രാർത്ഥനയും സേവനവും ഓറയെ ശക്തമാക്കുന്നു. പുരാതന ജ്ഞാനികൾ മനസ്സിലാക്കി തന്നത്, ഗുരുക്കന്മാർ നമ്മെ മനസ്സിലാക്കി തന്നത്, നല്ല ചിന്തകൾ നമ്മുടെ എനർജി അവബോധത്തെ തെളിച്ചമുള്ളതാക്കുന്നു. കോപം, ഭയം, അസൂയ എന്നിവ നമ്മുടെ ഊർജ ശരീരത്തെ ഭാരമുള്ളതാക്കുന്നു. ധ്യാനം ഓറയെ ശുദ്ധീകരിച്ച് പ്രകാശിപ്പിക്കുന്നു. പ്രാർത്ഥനയും സേവനവും ഊർജ ശരീരത്തെ ശക്തമാക്കുന്നു, പ്രബലമാക്കുന്നു. അതുകൊണ്ടാണ് ചിലരുടെ സമീപത്ത് സമാധാനം അനുഭവപ്പെടുന്നത്, ചിലരുടെ സമീപത്ത് ക്ഷീണം അനുഭവപ്പെടുന്നത്, ചിലരുടെ സമീപത്ത്
പ്രചോദനം ഉൾക്കൊള്ളുന്നത്, പ്രചോദനം ലഭ്യമാകുന്നത്. ഗുരു അവസാനം ശിഷ്യനോട് പറഞ്ഞു, നീ ലോകത്തിൽ എന്ത് സംസാരിക്കുന്നു എന്നതിലുപരി നിൻ്റെ ഊർജ ശരീരം എന്ത് വികിരണം ചെയ്യുന്നു എന്നതാണ് കൂടുതൽ ശക്തമായത്. ഗുരു പറഞ്ഞു, നീ ലോകത്തിൽ എന്ത് സംസാരിക്കുന്നു എന്നതിലുപരി നിൻ്റെ ഊർജ ശരീരം എന്താണ് എമിറ്റ് ചെയ്യുന്നത്, വികിരണം ചെയ്യുന്നത് എന്നാണ് കൂടുതൽ ശക്തമാക്കുന്നത്. നിൻ്റെ ഓറ എന്താണ് എമിറ്റ് ചെയ്യുന്നത്, അതാണ് കൂടുതൽ ശക്തമായത്. ചീത്തയാണെങ്കിൽ ചീത്ത ഊർജം എമിറ്റ് ചെയ്യുന്നു, നല്ലതാണെങ്കിൽ നന്മയുടെ, സ്നേഹത്തിൻ്റെ, കരുണയുടെ, സാന്ത്വനത്തിൻ്റെ ശക്തി മറ്റുള്ളവർക്ക് ലഭ്യമാകുന്നു. അന്ന് ശിഷ്യൻ ഒരു കാര്യം മനസ്സിലാക്കി, മനുഷ്യൻ വാക്കുകൾ കൊണ്ട് മാത്രം സ്വാധീനിക്കുന്നില്ല. നാം വാക്കുകളിൽ മഹത്വവും മഹനീയതയും പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല, നാം എന്തായിരിക്കുന്നു, നമ്മിൽ എന്തായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പുറത്ത് പ്രകടമാകുന്നത്. നമ്മുടെ ചാരത്ത് സമീപത്ത് വരുന്ന ആൾക്ക് നമ്മുടെ ഉള്ളിലെ ഊർജത്തിൻ്റെ സ്വഭാവത്തെ തിരിച്ചറിയാനാകുന്നു. അവർ അതിനെ വ്യക്തമായി കാണാനാവുന്നില്ലെങ്കിലും അവർക്കത് മനസ്സിലാക്കാനായി സാധിക്കുന്നു. ഇത് ഒരു സാധാരണ കാര്യം മാത്രമാണ്. ചിന്തകൾ, വികാരങ്ങൾ, ധ്യാനം, പ്രാർത്ഥന, ബോധം എന്നിവ മനുഷ്യൻ്റെ ഊർജഘടനയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം. എപ്പോഴും സന്തോഷമുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, പോംവഴികളെക്കുറിച്ച് ചിന്തിക്കുക, സമാധാനത്തോടുകൂടി ഇരിക്കുക, നല്ലത് മാത്രം സംസാരിക്കുക. പറയുമ്പോൾ ഒരു സെക്കൻഡ് ചിന്തിച്ചുകൊണ്ട് പറയുക. വാവിട്ട വാക്കും കൈവിട്ട ആയുധവും നമുക്ക് തിരിച്ചെടുക്കാനാവില്ല എന്ന് ജ്ഞാനികൾ പറയുന്നു. അതുപോലെ നമ്മുടെ പ്രവൃത്തികളും നാം എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എത്ര സ്വകാര്യമായിട്ടാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് ഈ പ്രപഞ്ചത്തിലെ സൂക്ഷ്മ ഊർജതലം അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പാഠം നമുക്ക് അവസാനിപ്പിക്കാം. നാളെ വീണ്ടും 8 മണിക്ക്, വൈകുന്നേരം 8 മണിക്ക് ഇന്ത്യൻ ടൈം കാണുന്നതുവരേക്കും എല്ലാവരോടും സ്നേഹാദരങ്ങൾ. നമസ്തേ. താങ്ക് യു.